ഹായ് ഗായ്സ്. അപ്പോൾ ഇന്ന് കുറച്ച് ലൂബിക്ക കിട്ടി. എനിക്ക് ലൂബിക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ലൂബിക്ക പ്രത്യേകിച്ച് ഉപ്പിലിടുന്നതാണ് എനിക്ക് ഇഷ്ടമെങ്കിലും ഇത്തവണ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു അച്ചാറിട്ട് വെച്ചിട്ട് കുറേ നാളായി. അപ്പോൾ എനിക്കിങ്ങനെ കട്ട് ചെയ്ത് അച്ചാറിടുന്നതാണ് താല്പര്യം. കാരണം മറ്റേത് മസാല അത്ര പിടിക്കത്തില്ല. ഇതാകുമ്പോൾ നല്ലോണം മസാലയൊക്കെ പിടിക്കും. ഇങ്ങനെ കട്ട് ചെയ്ത ശേഷം നമ്മൾ ഉപ്പിട്ട് വെക്കും. ഇന്നിട്ട് വെച്ചിട്ട് നാളെ ആയിരിക്കും പിന്നെ അച്ചാറിടാൻ എടുക്കുന്നത്. എങ്കിലും നല്ലോണം സോഫ്റ്റായി വരുള്ളൂ. അങ്ങനെ നല്ലോണം ഉപ്പൊക്കെ ഇട്ട് മാറ്റി വെച്ചു. എന്നിട്ട് പിറ്റേന്നാണ് ഞാൻ എടുത്തത്. പിറ്റേന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം തന്നെ ഞാൻ 2-3 പീസ് എടുത്ത് തിന്നായിരുന്നു. കാരണം നമ്മൾ സാധാ ഉപ്പിട്ട് ടേസ്റ്റ് വരുമല്ലോ. അതിനുശേഷം നമ്മൾ പിന്നെ അച്ചാറിടാനായിട്ട് പോയി. കുറച്ച് നല്ലെണ്ണയും കടുകും വറ്റമുളകും സാധാരണ അച്ചാറിടുന്ന പോലെ തന്നെയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെയൊക്കെ ഇട്ടു. അതിനുശേഷം അത് നല്ലോണം വഴന്ന് വന്നപ്പോഴത്തേക്കും കുറച്ച് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കും. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കായപ്പൊടി, വേണമെങ്കിൽ ഉലുവാപ്പൊടി ഇടാം. പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം ഒന്ന് ആ പച്ചമണം മാറുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ നെല്ലിക്ക തട്ടിക്കൊടുക്കാം. ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ എനിക്കെന്തോ ഉപ്പിലിട്ടതിനേക്കാളും ഇത് കഴിക്കാനായിരുന്നു ഇത്തവണ കൊതി. ഈ ഇടയ്ക്ക് ഞാൻ ഉപ്പിലിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത്തവണ എനിക്ക് ഇങ്ങനെ കഴിക്കണമെന്ന് തന്നെ ആഗ്രഹം. എന്നിട്ട് ഇത് ഇത്രയും വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ഉപ്പിലിട്ടിരുന്ന സാധനം എടുത്ത് ഇതിലോട്ട് തട്ടിക്കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നല്ലോണം എല്ലായിടത്തും ആയി വരുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്യുക. നല്ല ടേസ്റ്റുള്ള അച്ചാറായിരുന്നു. കുറേ നാൾക്ക് ശേഷം കഴിച്ചുകൊണ്ടാണോ എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യണം ഗൈസ്.